ഇനി കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അപകടത്തിലേക്കാണ്. ഡ്രൈവറുടെ അശ്രദ്ധയാണ് മൂന്നാറിൽ KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ് അപകടത്തിൽപ്പെടാൻ കാരണമെന്ന് സൂചന. എതിരെ വന്ന കാറിനെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോൾ അപകടത്തിൽപ്പെട്ടു എന്നായിരുന്നു ഡ്രൈവറുടെ മൊഴി. എന്നാൽ സംഭവസ്ഥലത്തുള്ള CCTV ദൃശ്യങ്ങളിൽ അങ്ങനെ ഒരു കാർ ഇല്ല. ജെയിൻ എസ് രാജു വിവരങ്ങളുമായിട്ടുണ്ട്. ജെയിൻ, അവിടുത്തെ എത്തുന്ന ഏകദേശം ദിവസവും 40,000 രൂപയൊക്കെ കളക്ഷൻ കിട്ടുന്ന ഒരു സർവീസ് ആയിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു വളരെ ലാഭത്തിൽ പോകുന്ന ഒരു സർവീസാണ്. അതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ടത്. എന്താണ് ഡ്രൈവർ പറഞ്ഞതിൽ നിന്ന് തികച്ചും വിരുദ്ധമാണോ CCTVയിലെ ദൃശ്യങ്ങൾ? തീർച്ചയായിട്ടും നമ്മൾ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഡ്രൈവർ പറഞ്ഞത് പൂർണ്ണമായും കളവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഡ്രൈവർ പറഞ്ഞത് KL 01 BW 5088 എന്ന് പറയുന്ന ഒരു കാർ റോങ് സൈഡ് കയറി വന്നതെന്നും ആ റോങ് സൈഡിൽ കയറി വന്ന കാറിൽ ഇടിക്കാതിരിക്കാൻ താൻ വെട്ടിച്ചതാണ് എന്നുള്ളതുമായിരുന്നു ഡ്രൈവറുടെ മൊഴി. ഇതനുസരിച്ചാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ CCTV പരിശോധിക്കുമ്പോൾ അതുവഴി ആ സമയത്ത് അങ്ങനെ ഒരു കാർ കടന്നു വന്നിട്ടില്ല. പകരം ഒരു ബസ്, ഒരു ടൂറിസ്റ്റ് ബസ് അതുവഴി കടന്നു പോകുന്നുണ്ട്. പക്ഷെ ആ ബസ് റോങ് സൈഡ് ആണെന്ന് നമുക്ക് പറയാനും കഴിയില്ല. ഇത് ഡ്രൈവറുടെ ഭാഗത്തുണ്ടായ അനാസ്ഥയോ അല്ലെങ്കിൽ അശ്രദ്ധയോ അല്ലെങ്കിൽ അദ്ദേഹം ഉറങ്ങിപ്പോയതോ ആകാം ഈ അപകടത്തിന് കാരണം എന്ന ഒരു നിഗമനത്തിലേക്കാണ് എത്താൻ കഴിയുക. എന്തായാലും ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞത് എല്ലാ ചെലവുകളും കഴിഞ്ഞ് 40,000 രൂപ പ്രതിദിനം ഈ ഡബിൾ ഡെക്കർ ബസ്സിൽ നിന്ന് വരുമാനം ലഭിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും വലിയ വരുമാന നഷ്ടം ഈ അപകടം മൂലം KSRTCക്ക് ഉണ്ടായിട്ടുണ്ട്. ഓരോ ദിവസവും ചെലവ് ചുരുക്കി ലാഭകരമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന KSRTCയെ പ്രതിസന്ധിയിലാക്കുന്നതാണ് ഇത്തരം നടപടികൾ, പ്രത്യേകിച്ച് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഇത്തരം വീഴ്ചകൾ. അതോടൊപ്പം തന്നെ ഇതൊരു ഡബിൾ ഡെക്കർ ബസ്സാണ്. മുകളിൽ പോലും യാത്രക്കാർ സഞ്ചരിക്കുന്ന ഒരു ബസ്സാണ്. ഒരു അപകടമുണ്ടായാൽ അതിന്റെ വ്യാപ്തി വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഡബിൾ ഡെക്കർ വാഹനം മൂന്നാർ പോലുള്ള സ്ഥലത്ത് ഓടിക്കുന്നതിനെതിരെ ചെറിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഒന്ന്, മലയോര മേഖലയിലെ റോഡുകൾക്ക് അനുയോജ്യമല്ല എന്നുള്ളതായിരുന്നു ഒരു വിമർശനം. അതിന്റെ ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആദ്യഘട്ടത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ ഇതുവരെ വലിയ അപകടങ്ങളില്ലാതെയാണ് സർവീസ് നടത്തിയത്. കാരണം 2 തവണയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായത്. ഒന്ന്, ഈ ഇന്നലെ ഉണ്ടായ അപകടം. അതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് ഈ ബസിന്റെ ചില്ല് തകർന്നിരുന്നു. അത് ഈ ഡിപ്പോയിൽ വാഹനം പിന്നോട്ടെടുക്കുന്ന സമയത്ത് ഡ്രൈവറുടെ അശ്രദ്ധയായിരുന്നു അപകടത്തിലേക്ക് നയിച്ചത്. പക്ഷെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായ അശ്രദ്ധയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത്. ഇവിടെ ഉണ്ടായിരുന്ന പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. വാഹനം സാധാരണ ഇതിൽ നോക്കുമ്പോൾ വേഗം കുറഞ്ഞുമാണ് വന്നത്.